2016 ഓഗസ്റ്റ് 3 തിരുവനന്തപുരത്ത് നിന്നും ദുബായിലേക്ക് പോയ എമിറേറ്റ്സിൻ്റെ EK521 വിമാനം ലാൻഡിങ്ങിനിടെ ദുബായിൽ തകർന്നു വീഴുകയുണ്ടായി. എന്താണ് അതിൻ്റെ പ്രധാന കാരണങ്ങൾ? എങ്ങനെയാണ് 300ഓളം യാത്രക്കാരും വിമാന ജോലിക്കാരും സുരക്ഷിതമായി രക്ഷപ്പെട്ടത്? എങ്ങനെയാണ് യാത്രക്കാർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പെരുമാറേണ്ടത്? ഇതിനെപ്പറ്റിയെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. പ്ലെയിൻ ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഷാജി കരുണാകരൻ. തിരുവനന്തപുരത്തു നിന്ന് ദുബായിലേക്ക് പോയ എമിറേറ്റ്സിൻ്റെ 777 വിമാനം ദുബായിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അപകടത്തിൽപ്പെടുകയുണ്ടായി. ദുബായിലെ ടെമ്പറേച്ചർ 48 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരുന്നു. എല്ലാവർക്കും അറിയാം, വളരെ ചൂടുള്ള കാലാവസ്ഥയാണ് അവിടെയുള്ളത്. മാത്രമല്ല, കാറ്റിൻ്റെ ഗതി അനിയന്ത്രിതമായി മാറുകയും സ്പീഡും മാറുന്നുണ്ടായിരുന്നു. ഇത് തന്നെ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യുന്നതിന് ഉതകുന്നതായ ഒരു സാഹചര്യമായിരുന്നില്ല. എന്നാൽ വലിയ വിമാനങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ലാൻഡ് ചെയ്യുന്നതിനുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വിമാനം അപ്രോച്ച് ചെയ്തപ്പോൾ ഉണ്ടായ വിൻഷിയർ എഫക്റ്റ് കാരണം വിമാനത്തിന് റൺവേയിൽ തൊടാൻ സാധിച്ചില്ല. ഏതാണ്ട് 1100ഓളം മീറ്റർ വിമാനം റൺവേയിൽ തൊടാതെ വിമാനം ഫ്ലോട്ട് ചെയ്ത് പോവുകയുണ്ടായി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സാധാരണ വിമാനങ്ങൾ നിലം തൊടാതെ തന്നെ പൈലറ്റ് തിരിച്ച് ഉയർത്തി കറങ്ങി വന്ന് രണ്ടാമത് ലാൻഡ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഈ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൈലറ്റ്സ് ഒരു എഫേർട്ട് ചെയ്യുകയുണ്ടായി. വിമാനത്തിൻ്റെ വലതുവശത്തെ ലാൻഡിംഗ് ഗിയർ റൺവേയിൽ ടച്ച് ഡൗൺ ഉണ്ടായി. പക്ഷേ വിമാനം റൺവേയിൽ തൊട്ടതായിട്ട് പൈലറ്റ്സിന് മനസ്സിലായുമില്ല. ഇതുകൊണ്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമാനം നിലത്തിറങ്ങിയതായിട്ട് വിമാനത്തിൻ്റെ കമ്പ്യൂട്ടേഴ്സ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിമാനത്തിനെ ഗ്രൗണ്ട് മോഡിലേക്ക് കൊണ്ടുപോവുകയും എൻജിൻ്റെയൊക്കെ പവർ തീരെ കുറയ്ക്കുകയും ചെയ്യും. ഇത് ശ്രദ്ധിക്കാതെ പൈലറ്റ് പ്രധാനമായിട്ടും 2 മിസ്റ്റേക്കുകൾ ചെയ്തു. പൈലറ്റ് 1 നമുക്കറിയാം, ഗോ അറൗണ്ട് ചെയ്യേണ്ടതായിരുന്നു, അബോർട്ട് ചെയ്യേണ്ടതായിരുന്നു. പൈലറ്റിന് ലോങ് ലാൻഡിങ്ങിൻ്റെ വാർണിങ്സ് വിമാനത്തെ സിസ്റ്റം കൊടുത്തിരുന്നു. അത് ഇഗ്നോർ ചെയ്താണ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. പൈലറ്റ് ഈ തിരിച്ച് വിമാനത്തെ ഉയർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. നമുക്ക് ഓൾറെഡി മനസ്സിലായി വിമാനത്തിൻ്റെ എൻജിൻ പവർ കുറഞ്ഞിരിക്കുകയാണ്. അത് പൈലറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പൈലറ്റ്സിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പ്രൊസീജിയേഴ്സിന് വിപരീതമായി പൈലറ്റ് ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുണ്ടായി. ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്യാൻ, അതായത് തിരിച്ച് അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ലാൻഡിംഗ് ഗിയേഴ്സിൻ്റെ ഡോർ തുറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡോറുകൾ തുറക്കുന്ന സമയത്ത് എയറിൻ്റെ ഡ്രാഗ് കൂടുകയും വിമാനത്തിന് മുൻപോട്ടുള്ള സ്പീഡിനെ, ഗതിയെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. ഇത് ശ്രദ്ധിക്കാതെ പൈലറ്റ് ലാൻഡിംഗ് ഗിയർ അകത്തേക്ക് എടുക്കാനുള്ള ഒരു ശ്രമം നടത്തി. എന്നാൽ ഇങ്ങനെയുള്ള എല്ലാ പ്രതികൂലമായ പ്രവർത്തനങ്ങൾ കാരണം വിമാനത്തിന് പറന്നുയരാൻ സാധിക്കാതെ വരികയും റൺവേയിൽ തന്നെ ഏതാണ്ട് നിലം പതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വാസ്തവം. ഈ റൺവേയിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്ത സമയത്ത് തന്നെ വലതുവശത്തെ എൻജിൻ വിങ്ങിൽ നിന്നും വേർപെട്ട് നിലത്ത് വീഴുകയും വിമാനം വലതുവശത്തേക്ക് തിരിഞ്ഞ് റൺവേ ഏതാണ്ട് 800 മീറ്റർ മുമ്പോട്ട് പോയി നിൽക്കുകയും ഉണ്ടായി. വലതുവശത്തെ എൻജിൻ സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിലുള്ള ഫ്യൂവൽ ലീക്ക് സ്റ്റാർട്ട് ചെയ്യുകയും വലതുവശത്തെ വിങ്ങിന് തീ പിടിക്കുകയും ഉണ്ടായി. വിമാനത്തിലെ ക്രൂ, അതായത് ക്യാബിൻ ക്രൂ എല്ലാം എങ്ങനെയും യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ഒരു പ്രവൃത്തിയിലായിരുന്നു. വലതുവശത്ത് തീ പിടിച്ചിരുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് യാത്രക്കാരെ ഇറക്കാൻ സാധിക്കില്ല. ഇടതുവശത്തേക്കുള്ള എല്ലാ വാതിലുകളും അവർ തുറന്നു. വാതിൽ തുറക്കുമ്പോൾ വാതിലിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള എസ്കേപ്പ് സ്ലൈഡ് മെക്കാനിസം ഉണ്ട്. അത് നമ്മളൊക്കെ ഒരു ബലൂൺ വീർപ്പിക്കുന്നത് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് തുറന്നു കഴിഞ്ഞാൽ
അത് വെളിയിലേക്ക് ഇൻഫ്ലേറ്റ് ചെയ്ത് സ്ലാൻഡായിട്ട് കിടക്കുകയും ആ സ്ലൈഡിൽ കൂടിയാണ് പാസഞ്ചേഴ്സ് സ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് വരേണ്ടത്. എന്നാൽ ഈ കാറ്റിൻ്റെ ഗതിയുടെ അനിയന്ത്രിതമായിട്ടുള്ള കാരണം ചില എസ്കേപ്പ് സ്ലൈഡ്സ് വിമാനത്തിൻ്റെ അകത്തേക്ക് തന്നെ കാറ്റടിച്ചു കയറ്റുകയും ആ വാതിലുകളെല്ലാം അടഞ്ഞു പോവുകയും ഉണ്ടായി. അപ്പോൾ പരിമിതമായ വാതിലുകൾ മാത്രമാണ് യാത്രക്കാർക്ക് രക്ഷപ്പെടാനുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ വിമാനത്തിലെ ക്രൂ അവരുടെ മാക്സിമം എഫേർട്ട് ചെയ്ത് യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, യാത്രക്കാരുടെ പെരുമാറ്റം വളരെ അനുചിതമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാവരും അവരുടെ ക്യാബിൻ ബാഗേജ് എടുക്കുന്നതിനും മറ്റുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് സമയം ചിലവഴിച്ചത്. അത് അവരുടെ പിന്നിൽ നിൽക്കുന്ന മറ്റുള്ള യാത്രക്കാരുടെ രക്ഷപ്പെടുന്നതിനുള്ള സാഹചര്യം ഒരു അതിരുവരെ ഇല്ലാതാക്കുകയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വിമാനത്തിൽ നിന്നും 90 സെക്കൻഡിനകം എല്ലാവരും രക്ഷപ്പെട്ടിരിക്കണം എന്നാണ് നിയമം. കാരണം വിമാനത്തിൻ്റെ മാക്സിമം ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഈ ഫയർ ഫൈറ്റിംഗ് ചെയ്ത് നിർത്താനുള്ള ഒരു കപ്പാസിറ്റി അത്രമാത്രമേ ഉള്ളൂ. ഈ സംഭവങ്ങളെല്ലാം ഉള്ളിൽ നടക്കുമ്പോൾ വലതുവശത്തെ ഫയർ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എയർപോർട്ടിലെ ഫയർ ടീം 30 സെക്കൻഡിനകം വിമാനത്തിൻ്റെ അടുത്ത് വരികയും തീ അണയ്ക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ തുടരുകയും ചെയ്തു. വിമാനത്തിൽ നിന്നും ഏതാണ്ട് 9 മിനിറ്റ് എടുത്താണ് എല്ലാ യാത്രക്കാരും വെളിയിലിറങ്ങിയത്. വെളിയിലിറങ്ങിയതിൽ ചിലരെങ്കിലും തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു. ഇത് ശരിക്കും അവരുടെ പിന്നാലെ വന്ന യാത്രക്കാരുടെ രക്ഷപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഈ വളരെ നീണ്ട 9 മിനിറ്റ് ആ വിമാനത്തിന് റെസ്ക്യൂവിന് വേണ്ടിയിട്ട് വന്നത്. വിമാനത്തിൽ നിന്നും അവസാനമായിട്ട് രക്ഷപ്പെട്ടത് വിമാനത്തിൻ്റെ കമാൻഡറും സീനിയർ ക്യാബിൻ ക്രൂവുമാണ്. അവർ രണ്ടുപേരും ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ വിമാനത്തിൻ്റെ വിങ്ങിൻ്റെ സെൻറ്റർ ടാങ്ക്, അതായത് നമ്മളിരിക്കുന്ന സീറ്റിന് അടിയിലുള്ള ഫ്യൂവൽ ടാങ്ക് പൊട്ടിത്തെറിക്കുകയും രണ്ടുപേർക്കും കാര്യമായ അപകടവും പൊള്ളലേൽക്കുകയും ഉണ്ടായി. എന്നാൽ ഭാഗ്യമെന്ന് പറയട്ടെ, അവർ രക്ഷപ്പെട്ടു. ഇതിനിടയിൽ ഈ യാത്രക്കാരെ എല്ലാം രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ഒരു ഫയർ ഫൈറ്റർ അവരുടെ ജീവൻ ത്യാഗം ചെയ്യേണ്ടി വരികയും ഏതാണ്ട് 8ഓളം ആളുകൾക്ക് സാരമായ പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്തു. നമുക്കറിയാം, ഏതാണ്ട് 30-ൽ അധികം യാത്രക്കാർക്കും സാരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആർക്കും ജീവഹാനി ഉണ്ടായില്ല. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള വിമാന യാത്രകളിൽ നമ്മളോട് പറയുന്ന, അതായത് അനുസരിക്കാൻ പറയുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സാണ്. ഇത് വളരെയധികം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള തീരുമാനങ്ങളുമാണ്. അതാണ് നമ്മളെ രക്ഷപ്പെടുന്നതിന് ഏറ്റവും സഹായിക്കാൻ ഉപകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പ്രാവശ്യം യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ക്യാബിൻ ക്രൂവിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അണുവിട വ്യത്യാസം വരുത്താതെ അനുസരിക്കുക എന്നുള്ളത് തന്നെ എല്ലാവർക്കും ഉചിതമായിരിക്കും. ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ തുടർന്നും ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിമാന യാത്ര ചെയ്തിട്ടുള്ളപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, മുൻഭാഗത്ത് സീറ്റുകൾ ഒരുപാട് വേക്കൻ്റ് ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മെ ഏറ്റവും പുറകിൽ ഇരിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് സീറ്റ് അലോട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം?